ഹലോ, എല്ലാവർക്കും സിമ്പിൾ എ ടു സെഡ് വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെമിക്കലോ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യൽ പ്രൊഡക്റ്റിൻ്റെ പേര് ഷിയ ബട്ടർ എന്നാണ്. ഒരു കെമിക്കലും ഇല്ല, നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സൈഡ് എഫക്റ്റ് പോലും ഇല്ലാതെ, അതും 99% ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും എല്ലാ സ്കിൻ ടൈപ്പ് ആളുകൾക്കും, പൊതുവേ ഡ്രൈ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു ക്രീമാണ് ഷിയ ബട്ടർ. ഷിയ ബട്ടറിനെ കുറിച്ച് പറയാനെങ്കിൽ കുറേ ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു മോയ്സ്ചർ ക്രീമാണ്, നറിഷ്മെൻ്റ് ആണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ഏജിങ് ആണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ക്രീം പൊതുവെ എല്ലാ ഓൾ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വിറ്റാമിൻ എ, ഇ, എഫ് എന്നിവയുടെ ഒരു കലവറയാണ് ഷിയ ബട്ടർ. അതുപോലെ മുഖക്കുരു വന്ന പാടുകൾ മാറ്റുവാനും കണ്ണിനടിയിലെ ചുളിവുകൾ മാറാനും ഒക്കെ കൂടെ ഈ ഷിയ ബട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു പ്രോട്ടീൻ കൊടുക്കാൻ പറ്റും ഈ ഒരു മോയ്സ്ചർ ക്രീം. ഷിയ എന്നൊരു മരത്തിൽ നിന്നും ആണ് ഈ ഒരു ഷിയ ബട്ടർ നമുക്ക് കിട്ടുന്നത്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ എന്താ പറയുക, ജന്മദേശം എന്ന് തന്നെ പറയാം. അവിടെയുള്ള സ്ത്രീകളുടെ പ്രധാന വരുമാനം കൂടിയാണ്. ഇത് ഏതാണ്ട് 200 വർഷത്തോളം ഒരു മരം ഉണ്ടാവും. അതുപോലെ ആദ്യത്തെ 20 വർഷം കഴിഞ്ഞേ പൂക്കത്തുള്ളൂ. പിന്നെന്താ, അങ്ങനെ കുറേ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറേ പറയുന്നില്ല. നമുക്കിപ്പം ഹെയർലെസ് സ്കിന്നിനും ആണ് ഏറ്റവും ബെനിഫിറ്റ് നൽകുന്നതെന്ന് പറയാം. അത് ഇനിയിപ്പം വരാൻ പോകുന്നത് ഡിസംബർ മാസമാണ്. ആ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നല്ല തണുപ്പ് സമയങ്ങളാണ്. ഡിസംബർ ജനുവരി ടൈം നമ്മുടെ ചുണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും, ഫേസ് ഡ്രൈ ആവും, കാല് ഡ്രൈ ആവും. ഇതിനൊക്കെ കൂടെ ഈ ഒരു ഷിയ ബട്ടർ മാത്രം മതി. അതുപോലെ കാലിൽ ആണെങ്കിൽ വിണ്ട് കീറുന്നതിന് ഈ ഷിയ ബട്ടർ നമ്മൾ ഉപയോഗിക്കും. ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഷിയ ബട്ടർ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കിന്നിലുള്ള കൊളാജൻ അത് നിലനിർത്താൻ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ബ്രൈറ്റൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുടിക്കായാലും നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഓലിക്ക്, സ്റ്റിയറിക്ക്, പാൽമിറ്റിക്ക്, ലിനോലെനിക്ക് ആസിഡുകളൊക്കെ ഈ ഷിയ ബട്ടറിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാണ്ടിരിക്കാൻ ഇവയൊക്കെ ഉള്ളത് കൊണ്ടാണ് സഹായിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷിയ ബട്ടർ പല സോപ്പുകളിൽ, പല ക്രീമുകളിലൊക്കെ സൈഡായിട്ട് ആഡ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ ഇത് ഒന്നിലും ആഡ് ചെയ്യാത്ത ഒറിജിനലായിട്ടുള്ള ഷിയ ബട്ടർ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഷിയ ബട്ടർ. ഞാനിത് UAE നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു രസമില്ലാത്തൊരു എന്തോ ഒരു കുഴമ്പിറ്റ കൂട്ടത്തെ ഒരു മണമാണ്. എന്നാൽ ഇതിനകത്ത് ഞാൻ കൊക്കോയും കൂടെ ആഡ് ചെയ്തേ. ഷിയ ബട്ടറിൻ്റെ കൂടെ കൊക്കോയും കൂടെ ആഡ് ചെയ്തതാണ്. ഇത് ഏകദേശം ഇങ്ങനെ ഈ എണ്ണമയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പേപ്പറുകൾ ഇങ്ങനെ ഇളകിയിട്ടുണ്ട്. കൊക്കോയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇതിനൊരു നല്ലൊരു മണമുണ്ട്. ഇതിന് വലിയ കുഴപ്പമില്ലാത്തൊരു മണമാണ്. ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് അതുപോലെ സ്ട്രെച്ച് മാർക്കിന് നല്ലതാണ്. സ്ട്രെച്ച് മാർക്ക് റിമൂവൽ എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ബോഡി ഫുള്ളായിട്ട് ഒരു ബോഡി ലോഷൻ, അല്ലെങ്കിൽ കുളി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു ലോഷൻ നമ്മൾ ഉപയോഗിക്കില്ല, ആ ലോഷനായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം നല്ല മോയ്സ്ചറാണ്. ഇതിൻ്റെ ആ ഒരു ലൈറ്റ് ബട്ടറിൻ്റെ കളറാണ്. ശേഷം ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുക. നമുക്ക് കയ്യിലോ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പക്ഷെ മണം വലിയ രസമില്ല, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ ബോഡി ഫുള്ള് നമുക്ക് ഹെയറിലാണെങ്കിലും ഇടാം. ഹെയറിലിടുമ്പോഴായാലും കണ്ടോ ഒരു തിളക്കം കിട്ടും. ഒരു ഹെയറിലായാലും ഫേസിലായാലും കണ്ണിനടിയിലായാലും ലിപ്പിലായാലും എല്ലാം കിട്ടും. എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഇതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഷിയ ബട്ടറിനെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ഒരു കണ്ടന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇത് യൂസ് ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യുക. അല്ലാത്തവർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ.